നമസ്കാരം. റാഫ്റ്റോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. യുവേഫ ചാമ്പ്യൻസ് ലീഗിൽ അസാധാരണമായൊരു കുതിപ്പ് നടത്തിയ നോർവീജിയൻ ക്ലബ്ബ് ബോഡോ ഗ്ലിംറ്റിനെ അസാധ്യമായൊരു തിരിച്ചുവരവിലൂടെ പുറത്താക്കിയിരിക്കുകയാണ് പോർച്ചുഗീസ് ക്ലബ്ബായിട്ടുള്ള സ്പോർട്ടിങ്. നമുക്കറിയാം, യൂറോപ്യൻ വമ്പന്മാരെയാണ് നോർവേയിൽ നിന്നുള്ള കുഞ്ഞു നഗരമായ ബോഡോയിൽ നിന്ന് വന്നിട്ട് ബോഡോ ഗ്ലിംറ്റ് അടിച്ചിട്ടത്. മാഞ്ചസ്റ്റർ സിറ്റിയെ, അത്ലറ്റിക്കോ മാഡ്രിഡിനെ, നിലവിലെ UCL റണ്ണേഴ്സപ്പായ ഇന്റർ മിലാനെ 2 തവണ ഇതേ സ്പോർട്ടിങ്ങിനെ തന്നെ ആദ്യ പാദത്തിൽ 3-0 അടിച്ചിട്ടതാണ്. പക്ഷേ രണ്ടാം പാദത്തിൽ സ്പോർട്ടിങ് പണി തിരിച്ചു കൊടുത്തു. അത് എക്സ്ട്രാ ടൈമിൽ തീരുമാനമായൊരു കളി, 5-0 വിജയം എന്ന് പറഞ്ഞാൽ ആദ്യ പാദം 3-0 വിജയിച്ചിരുന്നു ബോഡോ ഗ്ലിംറ്റ്. രണ്ടാം പാദത്തിൽ 90 മിനിറ്റ് കഴിയുമ്പോൾ 3-0 തന്നെ സ്പോർട്ടിങ്ങും നേടി. ഈക്വൽ അങ്ങനെയാണ് എക്സ്ട്രാ ടൈമിലേക്ക് പോയത്. അവിടെ 2 ഗോളുകൾ കൂടി അടിച്ച് സ്പോർട്ടിങ് യുവേഫ ചാമ്പ്യൻസ് ലീഗിൻ്റെ ക്വാർട്ടറിലേക്ക് കടന്നു പോവുകയായിരുന്നു. സ്പോർട്ടിങ്ങിന് വേണ്ടി ഗോൺസാലോ ഇനാസിയോ, ഗോൺസാലസ്, സുവാരസ്, അറൗഹോ, നെൽ എന്നിവരൊക്കെയാണ് ഗോളുകൾ കണ്ടെത്തിയത്. സ്പോർട്ടിങ്ങിൻ്റെ മൈതാനത്ത് വെച്ച് നടന്ന മത്സരം സ്പോർട്ടിങ്ങിന് ഗോൾ വർഷം നടത്തിയെങ്കിൽ മാത്രം തിരികെ വരാം എന്നുള്ളതായിരുന്നു അവസ്ഥ. ആദ്യ പകുതിയിൽ അവർ 1-0 മുന്നിലായിരുന്നു. കളിയുടെ 35-ാമത്തെ മിനിറ്റിൽ ഗോൺസാലോ ഇനാസിയോയാണ് അവർക്ക് വേണ്ടി ആ ഗോള് കണ്ടെത്തിയത്. അതവർക്ക് വലിയ പ്രതീക്ഷയായിരുന്നു. രണ്ടാം പകുതിയിൽ അടുത്ത ഗോൾ വരുന്നത് പെഡ്രോ ഗോൺസാലസിലൂടെയാണ്. കളി 60 മിനിറ്റ് പിന്നിട്ടപ്പോൾ വന്ന ആ ഗോള് അവർക്ക് കളി തിരികെ പിടിക്കാമെന്നുള്ള ആത്മവിശ്വാസം നൽകി. 79-ാമത്തെ മിനിറ്റിലാണ് ലൂയിസ് സുവാരസിൻ്റെ പെനാൽറ്റി ഗോൾ പിറക്കുന്നത്. അതോടുകൂടി ഒപ്പത്തിനൊപ്പമായി. 90 മിനിറ്റ് കഴിയുമ്പോൾ 3-0, അഗ്രിഗേറ്റ് 3-3. പിന്നെ എക്സ്ട്രാ ടൈമിൻ്റെ തുടക്കത്തിൽ തന്നെ ഗോൾ വരുന്നു. മാക്സിമിലിയാനോ അറൗഹോ അവർക്ക് വേണ്ടി ലീഡ് നേടിക്കൊടുക്കുന്നു. കളിയുടെ അവസാന ഘട്ടത്തിൽ വീണ്ടും ഗോൾ അടിക്കുന്നു. റാഫേൽ നെല്ലിൻ്റെ ഗോളിലൂടെ സ്കോർ ലൈൻ 5-0 എന്ന രൂപത്തിലേക്ക് മാറ്റിക്കൊണ്ട് ബോഡോ ഗ്ലിംറ്റിനെ സ്പോർട്ടിങ് പുറത്താക്കുന്നു. പക്ഷേ ബോഡോ മടങ്ങുന്നത് തല ഉയർത്തി തന്നെയാണ്. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റോക്സ് എത്താം.